ടോണിക്കുട്ട എണീക്കണ ഇതിന്റെ അവസാനം എനിക്കിട്ടായിരിക്കും ഡോസ്. ആർക്കത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ? ഒന്നും പറയണ്ട, ഇവനെ കൊണ്ട് മനുഷ്യനാകെ പൊറുതുമുട്ടിയിരിക്കുക. അല്ല, എന്റെ ഭർത്താവ് സായിക്ക് തന്നെയാണ് ഈ മോയ സംഭവം ഉണ്ടായത്. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. ഇംപ്രസ് ചെയ്യാൻ പോയിട്ട് ഡിപ്രസ്ഡ് ആയ അവസ്ഥയല്ലോ. സായിക്ക് അങ്ങനെ ഒരു ലാസ്റ്റ് വാണിംഗ് കിട്ടിയിരിക്കുന്നു. എന്താണ് സായി അവിടെ ചെയ്യുന്നത്? പുറത്തത്തെ കാര്യങ്ങൾ ഫുള്ള് അകത്ത് പറയണമെന്ന് ഒരു വല്ല നിർബന്ധമുണ്ടോ? നീ കിഴങ്ങനോ? വെറും കിഴങ്ങൻ. ഇതൊക്കെ ഗെയിം അറിഞ്ഞിട്ടല്ലേ സായി പോയിരിക്കുന്നത്? പിന്നെ എന്തിനാണ് പുറത്തെ കാര്യങ്ങൾ സായി അവിടെ ചെന്നിട്ട് എല്ലാവരോടും പറഞ്ഞത്? ഞാൻ എന്ത് ചെയ്തു എന്നായി പറയണേ? പുറത്തത്തെ കാര്യങ്ങൾ ഫുള്ള് അകത്ത് പറയണമെന്ന് ഒരു വല്ല നിർബന്ധമുണ്ടോ? ഇതൊക്കെ ഗെയിം അറിഞ്ഞിട്ടല്ലേ സായി പോയിരിക്കുന്നത്? ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. പുറത്തെ കാര്യങ്ങൾ സായി അവിടെ ചെന്നിട്ട് എല്ലാവരോടും പറഞ്ഞത്. അതിന്റെ സുഖം നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, എന്താ ബിഗ് ബോസിന്റെ ഒരു ലാസ്റ്റ് വാണിംഗ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഉറപ്പാണ് ലാലേട്ടൻ നിന്ന് പൊരിക്കും. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഈ കടമ്പ എങ്ങനെ കിടക്കണമെന്ന് എനിക്ക് ഒരു പിടിയില്ല ഭൈരവ. സായിന് എന്തായാലും ലാലേട്ടൻ ചീത്ത പറയുന്നത് നല്ല 100%. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. പിന്നെ ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട്. സാർ അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയ കൊള്ളാം. കുറച്ച് മനസ്സിലായി കഴിഞ്ഞാലേ സായി ഇതൊന്ന് പറച്ചിൽ നിർത്തുമെന്നാണ് എന്റെ നിർത്തിയാൽ മതിയായിരുന്നു. എത്ര കിട്ടിയിട്ട് നീ എന്താ പഠിക്കാത്തെ? വണ്ടിക്കകത്ത് ഇരുന്ന് ഓരോരുത്തരെയും ക്രിട്ടിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ലതായിട്ട് വലിച്ചു കയറിയിട്ടുണ്ട്. ഇപ്പൊ അതിന് കണക്കെടുക്കാൻ പറ്റിയ സമയോ? അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തടാ? നന്നായിട്ട് അരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് അരി ഉണ്ടാക്കി നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കുക. വെച്ച് കുറച്ച് അരി ഉണ്ടാക്കിക്കോട്ടെ. നീ പകപോക്കാണല്ലേടാ.